Good morning, children. Let us start the third chapter, Flower to Flower. We know plants make the world beautiful. This chapter deals with flowers, that is, their structure, the reproduction in flowering plants, pollination, fertilization, seed dispersal, etc. We can see a variety of flowers in our surroundings, that is in roadside, paddy fields, garden, etc. We use these flowers for decoration, celebration, etc. But what may be the use of flowers for plants? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള പൂക്കളുണ്ട്. നമ്മൾ പല പല കാര്യങ്ങൾക്ക് ഈ പൂക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചെടികൾക്ക് ഈ പൂക്കൾ കൊണ്ട് എന്താ പ്രയോജനം? Flower is the main reproductive organ in the flowering plants. Then what is reproduction? Reproduction is the process by which organisms produce their young ones to retain their generation, next generation. അതായത് ഒരു ചെടിയുടെ പുഷ്പിക്കുന്ന ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പ്രത്യുൽപാദന അവയവമാണ് പൂക്കൾ. റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഓർഗാനിസംസ് പുതിയ തലമുറ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഇവിടെ പൂക്കളാണ് ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ദേ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആൻഡ് ദീസ് സീഡ്സ് പ്രൊഡ്യൂസ് the next generation of flowering plants. Now we can identify the parts of a flower and its functions. First one, pedicel. It joins the flower to the stem of the plant. ഒന്നാമത് പെഡിസെൽ, അതായത് പൂഞ്ഞെട്ടെന്ന് നമ്മൾ പറയും. അത് പൂവിനെ ചെടിയുടെ തണ്ടുമായി കണക്ട് ചെയ്യുന്ന പോർഷനാണ് പെഡിസെൽ. The next one, calyx. It's the outermost part of a flower. The main function of calyx is to protect the flower when it is a bud, and also it protects the petals when it blooms. അതായത് കാലിക്സ് എന്ന് പറയുന്നതാണ് പൂവിൻ്റെ ഔട്ടർമോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ പൂവ് മൊട്ടായിരിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുക, ഒപ്പം പൂവിൻ്റെ ദളങ്ങളെ നിലനിർത്തുക. നെക്സ്റ്റ് വൺ, തലാമസ്. ഇറ്റ് ഹോൾഡ്സ് ദ ഓൾ പാർട്സ് ഓഫ് ഫ്ലവർ. അടുത്തത് തലാമസ് ആണ്. പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ഇരിപ്പിടമാണ്. നെക്സ്റ്റ് വൺ, കൊറോള. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റൽസ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സൈസ്, color and arrangement of petals are different in different flowers. It's the most beautiful part of a flower. It gives color and fragrance to the flower and also attracts the insects. Next, the main part of a flower is androecium and gynoecium. Androecium is the main reproductive part of a flower. It is composed of stamen. Next one, the female reproductive part of a flower, that is gynoecium or pistil. അപ്പോൾ പൂക്കൾക്ക് ഒന്നാമത് പിസ്റ്റിൽ, പൂഞ്ഞെട്ട്, പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. അടുത്ത ഔട്ടർമോസ്റ്റ് കാലിക്സ്, പൂ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നത്. നെക്സ്റ്റ് കൊറോള, ദളങ്ങൾ കൊണ്ട്, പെറ്റൽസ് കൊണ്ട് നിർമ്മിതമാണ്. പല പൂക്കളിലും പല നിറത്തിലും പല വർണ്ണത്തിലും പല അടുക്കുകളിലും ഈ കൊറോള ഉണ്ട്. പൂവിൻ്റെ ഏറ്റവും ആകർഷകമായ അട്രാക്റ്റീവായ പാർട്ടാണ്, അതുകൊണ്ട് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു. നെക്സ്റ്റ്, റീപ്രൊഡക്റ്റീവ് പാർട്സ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം, ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഗൈനീഷ്യം. ഇത്രയുമാണ് ഫ്ലവറിൻ്റെ മെയിൻ പാർട്സ്. ഓക്കെ.